ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വല്യപ്പച്ചന് മുന്നിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ അലീന പറയാ. കാരണം പപ്പ കുടിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അലീന ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും വല്യപ്പച്ചനൊന്ന് ചിരിച്ചു. അപ്പോൾ എന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് അലീന ചോദിച്ചപ്പോൾ നിൻ്റെ ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ ചിരി വരുമെന്ന കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ പോയിരുന്നു ചിരിച്ചോന്നും പറഞ്ഞ് അലീന വല്യപ്പച്ചനോട് പിണങ്ങി അവിടെ പോയിരിക്കുക. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കണു. അപ്പോൾ പിണങ്ങിയിരിക്കുന്നു അലീന. നേരെ അലീനയുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. കൊച്ചുമോളോട് ഞാൻ അവനോട് പറയാം കൂടി നിർത്തണമെന്ന്. വേണ്ട, എല്ലാ ദിവസവും കൂടെ പോയിരുന്ന് കമ്പനി കൊടുത്താൽ മതി, അതാ നല്ലതെന്ന് അലീന പറയാട്ടോ. അപ്പോൾ അതെ വല്യപ്പച്ചൻ ചെന്നിട്ട് അയ്യോടി അങ്ങനെയാണോടി, പിണങ്ങല്ലേടി മോളെ, നിനക്കൊരു കാര്യം അറിയാവോ? എന്ത്? അതെ, ഞാനിന്ന് ഒരു സ്മോളെ കഴിച്ചുള്ളൂ. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണേ, നിന്നെ പേടിച്ചാണോ കഴിക്കാതിരിക്കുന്നതെന്നും. ഞാനേ ഈ 2, 3 ഒക്കെ കഴിക്കുന്ന ആളാ. അപ്പം എന്നെ പേടിച്ചിട്ടാണോ വലിപ്പിച്ചും കഴിക്കാത്ത? അല്ലെന്നേ, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് കഴിക്കാത്ത. അപ്പോൾ ലാലിച്ചൻ എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ചേടാ ഇതിപ്പോൾ അങ്ങനെ ആക്കിയോ? മോള് കിടന്നോ കേട്ടോ, കിടന്നോ, നമുക്കെല്ലാം ശരിയാക്കാന്നേ, കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അലീനയെ കിടത്തിയിട്ട് വല്യപ്പച്ചൻ അങ്ങ് പോയി. അതിലും അടച്ച അലീന എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത് ആണെങ്കിൽ ഒന്ന് ഫ്രഷായി വന്നു, മൊബൈലൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രോഹിത്ത് ബബിതയുടെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. നീ ഇങ്ങനെ വന്നൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു. ബബിത അങ്ങ് വന്നപ്പോൾ രാജാവിനെ താഴോട്ട് ഇറങ്ങി വരാൻ കാല് വയ്യേ, മുന്നിൽ വന്നാലേ കാര്യം ബോധിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയോ അവസ്ഥ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ രോഹിത് ആണെങ്കിൽ വാതിലടച്ചിട്ട് പെങ്ങളോട് കാര്യം പറയും. നീ എന്ത് പണി കാണിച്ചെന്ന് ചോദിച്ചു. ഞാനതിനെന്നാ ചെയ്തെന്നാ? അച്ഛൻ പറഞ്ഞതല്ലേ അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ പല വഴിയും നോക്കും, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണമെന്ന്. എന്നിട്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോൾ അത്രയും നേരം അച്ഛൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ആഹാ, ഇപ്പം ഞാനായോ പ്രശ്നക്കാരി? ഞാൻ പറഞ്ഞതിൽ ഇപ്പം എന്നെ എത്ര പ്രശ്നം ഇരിക്കുന്നത്? അമ്മയ്ക്ക് ചുമ്മാ വായിക്ക് വരുന്നത് എന്തും അങ്ങ് പറയാവോ എന്ന് ബബിത ചോദിക്കുക. അത് കേട്ടപ്പോൾ രോഹിത്തിനും ഭയങ്കര ഒരിത്. അപ്പോൾ സഹിച്ചു നിൽക്കുന്നതിന് പരിധിയൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ നീ വഴക്കുണ്ടാക്കുന്നതിന് പോരാത്തതിന് അതിനകത്ത് അച്ഛനെയും വലിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. വെറുതെയാണ് രോഹിയേട്ട, അച്ഛനും നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിക്കേണ്ടത്? അപ്പം അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. അച്ഛൻ എന്ത് തന്നെ പറഞ്ഞാലും അമ്മ സമ്മതിക്കോ? സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന അമ്മയുടെ മുന്നിൽ ന്യായം പറഞ്ഞാലും അമ്മ കേൾക്കുമോ? അങ്ങേരോട് വരെ അമ്മ തർക്കിച്ച് നിൽക്കില്ലേന്ന് ചോദിച്ചേ. ഞാനെന്തായാലും അച്ഛനും നെരുവേറ്റുക. അമ്മയുടെ അടുത്ത് എന്തു പറയുന്നു, എനിക്കൊന്നും അറിയണമായിരുന്നു എന്ന് പറഞ്ഞപ്പം പറഞ്ഞത് നീ കേട്ടല്ലോ, അമ്മ അച്ഛൻ്റെ ആരുമല്ല, അപ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് കയറുമെന്ന് പ്രേതമാണെന്ന് അച്ഛൻ പറഞ്ഞ് നീ കേട്ടില്ലെന്ന് ചോദിച്ചു. അപ്പം അമ്മ ഞെട്ടി തകർന്നു പോയി ആ സമയത്ത്. എന്താണേലും ഇനി ഇതിന് പ്രതികാരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, രോഹിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ അല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്ക് നല്ല വിഷമായി പോയത്. ഇപ്പം നമ്മളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒരേപോലെ നോക്കി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ ബബിതയ്ക്കും അത് മനസ്സിലായി അങ്ങനെയാണെന്ന്. അപ്പോൾ ശരിയാ, നമ്മളൊരുമാതിരി നെഗറ്റീവ് അടിപ്പിച്ചല്ലേ. പിന്നല്ലാതെ എന്താ പറയേണ്ടത്? അച്ഛന് ശരിക്കും ദേഷ്യമൊക്കെ വന്നായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ അച്ഛൻ്റെ കണ്ണിൽ തീപ്പൊരി മിന്നുന്നത് പോലെ ഒരു ഭാവമാണ് ഞാൻ കണ്ടത്. പിന്നെ അച്ഛൻ പറഞ്ഞതിലങ്ങ് ഒതുക്കിയതാ. അച്ഛന് നല്ല വിഷമമായിട്ടുണ്ടെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അച്ഛനോടൊരു സോറി പറഞ്ഞാലോ? ഇനി അതൊന്നും വേണ്ട, അച്ഛൻ കിടന്നു കാണും, നീ പോയി കിടന്നുറങ്ങിക്കോ. ചെല്ല്. അലിന ചേച്ചി പറഞ്ഞത് എപ്പോഴും ഓർമ്മ വേണം, ക്ഷമിക്കണം, നല്ലതുപോലെ ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. ശരിയെന്നാ പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ബബിതയെ നമ്മുടെ രോഹിത്ത് പറഞ്ഞു വിടുക. അപ്പോൾ രോഹിത്തിനോട് പിന്നെ രോഹിയേട്ടാ, അതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കുക. എന്നാണേലും കാര്യം പറയടി. അപ്പോൾ വേണ്ടെന്നേ, മര്യാദക്ക് നീ കാര്യം പറയടി, എന്നതാന്ന് ചോദിച്ചു. അപ്പോൾ ഈ അച്ഛൻ എന്തിനാ വേറെ റൂമിൽ പോയി കിടക്കുന്നേ? അതല്ല ഈ പ്രശ്നം മൊത്തം അമ്മ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചപ്പോൾ രോഹിത്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്താ അങ്ങനെ? അത് ചിലപ്പോൾ അച്ഛൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാരണം കാണും. നമുക്ക് അറിയാൻ മേലാത്തൊരു കാരണം. അപ്പം എന്നതാണെന്ന് പറഞ്ഞാലും അത് ശരിയല്ലാത്തൊരു കാര്യമല്ലേ? അച്ഛൻ മുകളിലത്തെ നിലയിലും അമ്മ താഴത്തെ നിലയിലും 2 മുറിയിലും 2 സ്ട്രേഞ്ചേഴ്സിനെ പോലെയല്ലേ അവർ കഴിയുന്നത്. പലീന ചേച്ചിയുടെ കാര്യത്തിൽ അച്ഛൻ അമ്മ ഒരുപാട് ഹരാസ് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടായിരിക്കും
അത് അച്ഛന് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് ബബിതയോട് പറയാം. എനിക്ക് തോന്നുന്നതേ എപ്പോഴും ഈ അച്ഛന് യാതൊരു തരത്തിലും അമ്മ റെസ്പെക്റ്റ് കൊടുക്കാത്തതും കുറ്റവും കുറവും കാണുന്നതും അത് മാത്രമാണല്ലോ അമ്മ സ്ഥിരം ചെയ്യുന്നത്. ആ ഒരു കൂട്ടത്തിൽ അച്ഛനെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അമ്മയല്ലേ, അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രോഹിത് ഇങ്ങനെ ബബിതയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ, എന്തോ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തായാലും ഒരു സമാധാനത്തിന് അലീന ചേച്ചി വിളിക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോവുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബബിത റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. രോഹിത് വന്ന് ഡോറ് പൂട്ടി അകത്തിരിക്കുന്നു. അങ്ങനെ രാത്രി ഇങ്ങനെ ഇരുട്ടത്ത് നമ്മുടെ ബബിത ഇറങ്ങി വരുന്നു. അപ്പം മനസ്സിൽ ഭയങ്കര ചോദ്യങ്ങളും ഇതൊക്കെയായിട്ടാണ് വരുന്നത്. അങ്ങനെ ബബിത മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ലൈറ്റൊന്നുമില്ല റൂമിൽ, ഇരുട്ടത്താണ് ബബിത ഇറങ്ങി വരുന്നത്. ദേ നിൽക്കുന്നു വൈദ്യത്തമ്പുരാട്ടി ഇരുട്ടത്ത്. ആ കൊച്ച അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ലൈറ്റ് ഇട്ടു. ബബിത ശരിക്കും പേടിച്ചു പോയി. ഞെട്ടി ഇങ്ങനെ നിൽക്കുക ബബിത. അപ്പോൾ വൈദ്യ ഇങ്ങനെ നിൽക്കട്ടെ പുറകെ കയ്യും കെട്ടി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വെളിച്ചം കാണുമ്പോൾ പേടി വരുന്നതേ മനസ്സിൽ ഇരുട്ടുള്ളവർക്കാണെന്ന് വൈജ പറയാം. ആയിരുന്നോ? എനിക്കറിയത്തില്ലെന്നോ? പറഞ്ഞു തന്നെ വളരെ നന്ദിയെന്നും പറഞ്ഞു ബബിത. അപ്പം നീ എവിടെ പോയിട്ട് വരുക ഈ ഉറങ്ങേണ്ട നേരത്ത്? ഞാൻ രോഹിയേട്ടൻ്റെ റൂമിൽ പോയതാണെന്ന് പറഞ്ഞു. എന്തിനാടി രാത്രി അവൻ്റെ റൂമിലേക്കൊക്കെ പോണത്? എന്തിനാണെന്നോ? കുറച്ച് ഉണക്കമത്തി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പോയതാണെന്ന് ബബിത. അതും പറഞ്ഞു ബബിത അങ്ങ് പോകുമ്പോൾ അടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ പിന്നാലെ ചെല്ലുക കേട്ടോ. നിന്റെ അധിക പ്രസംഗമൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ എന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ. ഞാൻ രോഹിയുടെ റൂമിൽ എന്തിനാ പോയതെന്ന്? ഞങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയും. അതിനൊക്കെ ഒരു നേരവും കാലവും ഉണ്ട്. പാതിരാത്രിക്കാണോടി പ്രായം തികഞ്ഞ പെണ്ണ് കെട്ടാറ് ചെറുക്കൻ്റെ മുറി പോയി ചർച്ച നടത്തുന്നത്? പാതിരാത്രി എൻ്റെ ആങ്ങളോട് സംസാരിച്ച് എന്നാ കുഴപ്പം? നേരം വെളുത്തിട്ടാവാലോടി സംസാരം. രാവിലെ അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോന്നിരിക്കുകയാണോ? അല്ലല്ലോ. ദേ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചപ്പോൾ ഇപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അത് ശരിയല്ലെന്നാ പറഞ്ഞതെന്ന് വൈജ പറയുക. അപ്പോൾ ഏത് ശരിയല്ലെന്നും? ആങ്ങളെ ആണെങ്കിലും പെങ്ങളെ ആണെങ്കിലും പ്രായം തികഞ്ഞ ഒരു അകലമൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞു. ഞാനും രോഹിയേട്ടനും അകലം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണോ അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയതെന്ന് ബബിത ചോദിച്ചു. അമ്മ ഇവിടെ ഇല്ലാതിരുന്ന രാത്രികളിലൊക്കെ അമ്മ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഭൂതക്കണ്ണാടി വെച്ച് അങ്കിളിനെ നോക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു. ഞാനിവിടെ ഇല്ലാതിരുന്നതിന് പല കുഴപ്പങ്ങളും ഇവിടെ കാണാനുണ്ടെന്ന് വൈജ. ദേ ഞാൻ രോഹിയേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചാണ് ഏറ്റവും വലിയ കുറ്റം അല്ലേ? കൊല്ലപ്പള്ളിയിൽ ആങ്ങളമാരുമായിട്ട് അമ്മ എന്തുമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ബബിത. അതിൻ്റെ കൃത്യ അളവ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അകലം പാലിക്കാമെന്ന് പറഞ്ഞു. കണ്ണത്തരം പറഞ്ഞോണ്ടല്ലോ ചെകിടിയാനടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു വൈജ. ആദ്യം അമ്മയുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച് വിഴുപ്പൊക്കെ എടുത്ത് കള, ബാക്കിയുള്ളവർക്കും നാറും. ഓടി എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേനും വൈജ ഏതോ ആങ്ങളയുടെ കയ്യിൽ നിന്ന് എന്തോ പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതെന്ന് പറയുമ്പം എടി എന്ന് പറഞ്ഞുകൊണ്ട് വൈജ വിളിച്ചു. നീ എന്നാടി പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞപ്പോൾ അതങ്ങ് കേൾക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബബിത മുറി കയറി ഡോറും കുറ്റിയിട്ടു. ചുമ്മാ ചെന്ന് പിള്ളേരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വൈജ മേഡം. എന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, മൂക്കും വേർപ്പിച്ച് ഉണ്ടക്കണ്ണും മിഴിച്ച് മുകളിലേക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ബബിത റൂമിൽ ചെന്നു സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഫോണെടുത്ത് നമ്മുടെ അലീനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. കറക്റ്റ് അന്നേരത്തേക്ക് അലീനയുടെ കോൾ ഇങ്ങോട്ട് വന്നു. അലീന ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു കേട്ടോ. നീ കിടന്നായിരുന്നോടി? എന്നെ എടുക്കുമോ നീ? അപ്പം ഞാൻ ദേ അലീന ചേച്ചിയെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് എടുത്ത് വയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ഇതെന്ത് മാജിക്കാ? ഇതോ മാജിക്കൊന്നുമല്ല, ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയതെന്ന് അലീന പറഞ്ഞു കേട്ടോ. എന്തായിരുന്നു ഇത്ര തിരക്ക്? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പറ, എല്ലാവരുമായിട്ട് സെറ്റായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇവിടെ ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞതല്ലേ, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കുറേ നേരം ഓരോരുത്തരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് പഠിക്കായിരുന്നു. ജോലിക്ക് പോയപ്പോൾ പോയല്ലോ. ചേച്ചിക്ക് അവിടുത്തെ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടു വരിക, ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രമുള്ള പണിയൊന്നും ഇല്ല എന്നാ തോന്നണേ. അപ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക് ആവശ്യമുള്ള ജോലിയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നതേ നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും എന്നുള്ളതാണെന്നും, എന്നാലും നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ, പറ്റുന്ന പോലെ ഒക്കെ ശരിയാക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണമെന്നുള്ളതാണല്ലോ. അത് ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. എന്നാ ഒരുപാടൊന്നും ചെയ്യാനുമില്ല, അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണെന്നും അലീന പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കാണത്തില്ല, ചിലപ്പോൾ കാണും.
ഈ ഒന്നും ചെയ്യാതിരിക്കുന്നതാ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് അലീന ബബിതയോട് പറയുമ്പം അതിനെ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 25 ഉണ്ടെന്ന് കല്ല് പെറുക്കി കൊണ്ടുവന്ന് മേശയ്ക്കകത്ത് വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് പെറുക്കി പെറുക്കി മേശയുടെ താഴെ വെക്കണം. 25 താഴെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഓരോന്നെടുത്ത് മേശയ്ക്കകത്ത് തിരിച്ചു വെക്കണം. ഇങ്ങനെ ചെയ്താലേ കുനിഞ്ഞും നിവർന്നും ഒരു എക്സസൈസും ആകും, അതൊരു ജോലിയാകും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാവോ? അയ്യടി, ഭയങ്കര ഐഡിയ ആണല്ലോ. ഇത് എവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതാ? അതൊക്കെ ഞാൻ പഠിച്ചു, പറയാനൊന്നും പറ്റത്തില്ല. ശരി ശരി, ആയിക്കോട്ടെ. അതെ, ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും തരണം കിട്ടുമെന്ന് പറഞ്ഞു. എന്തിനാ അത് പിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ അപ്പോൾ അത് നോക്കി അങ്ങോട്ടേക്ക് വന്നാൽ പോരെ. അപ്പോൾ എൻട്രൻസ് അച്ഛനോട് ചോദിക്കുക. അപ്പോൾ അച്ഛന് കറക്റ്റ് ലൊക്കേഷൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നത് എന്നാത്തിനാ? എനിക്ക് എൻ്റെ പൊന്നെ ചേച്ചി ഉള്ളപ്പോൾ മര്യാദയ്ക്ക് തൻ്റെ താൻ നല്ലത് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ച് വരുമെന്നൊക്കെ ബബിത. അപ്പോൾ അതെങ്ങനെയാ? ഫോട്ടോയും കൊണ്ട് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. ഈ ഫോട്ടോയിൽ കാണുന്ന അലീന എന്ന യുവതി മിസ്സിംഗ് ആണെന്ന് പരാതിയും കൊടുക്കും. ബാക്കി പണിയെ അവരങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഉമ്പടി ഭയങ്കരി, നീ ആള് കൊള്ളാവല്ലോ. നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമോ? ആഹാ. രോഹിത്തും കൃഷ്ണമോളൊക്കെ എന്തിയെ? അവരൊക്കെ കിടന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ കിടന്നു, രോഹിയേട്ടൻ കിടന്നു കാണുമായിരിക്കും, അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇതന്നെ അറിയാത്തത്? കിടക്കുന്നത് മുന്നുള്ള ഗുഡ് നൈറ്റ് പറച്ചിലൊക്കെ നിർത്തിയോന്ന് ചോദിച്ചപ്പം ഇങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ് പറച്ചിൽ പോയിട്ട് ഒരുമിച്ച് ചിരിക്കാൻ പോലും അമ്മ സമ്മതിക്കത്തില്ല എന്നുള്ളൊരവസ്ഥയായെന്ന് പറഞ്ഞു. അതെന്നെ അടിമോനെ കാര്യമെന്ന് ചോദിച്ചു. അപ്പം ഉള്ള കാര്യം പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഞെട്ടിപ്പോയിട്ടോ. വൈകി ഈ രീതിയിലൊക്കെ ദുഷിപ്പ് പറയാൻ തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പം അമ്മയ്ക്ക് ദേഷ്യം നിങ്ങളോടല്ല എന്നോടാണെന്ന് അലീന പറയാം. മേഡത്തിനോട് വഴക്കിനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, എന്നാലും പിന്നെ ഇന്ന് ഇവിടെ വഴക്കുണ്ടായി ഞാൻ കാരണം. അതിനകത്തിനാ വഴക്കുണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ബബിത കാര്യങ്ങളെല്ലാം അലീനയോട് വിശദീകരിച്ചു പറയുക. അപ്പോൾ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോൾ അമ്മ വഴക്ക് തുടങ്ങിയെന്നും അമ്മ ഇവിടെ പറയുന്നത് കേട്ട് എനിക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അച്ഛനോടും അമ്മയെ അടക്കി നിർത്താൻ പറഞ്ഞെന്ന കാര്യം പറയാം. അച്ഛൻ അതിന് മറുപടിയും പറഞ്ഞ് കയറിപ്പോയി. അമ്മ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചുമ്മാ പറച്ചിലും തുടങ്ങിയെന്ന് പറഞ്ഞു. പോട്ടെ, സാരമില്ലെന്നേ, നീ മനസ്സ് കൈവിടാതിരുന്നാൽ മതിയെന്ന് അലീന പറഞ്ഞു. ഈ പ്രശ്നം കഴിഞ്ഞാൽ രോഹിയേട്ടൻ എന്നെ മുറിയിലോട്ട് വിളിച്ചപ്പോഴാണ് അമ്മ ഇതുപോലത്തെ ദുഷിച്ച വർത്താനമൊക്കെ പറഞ്ഞത്. എന്തോ കള്ളത്തരം കാണിക്കുന്നത് പിടിക്കാൻ നിന്നതുപോലെ അമ്മയുടെ സംസാരം. എന്ത് മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് ചേച്ചിക്ക് അറിയാമോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ? അപ്പോൾ രോഹിയേട്ടന് എന്തോ ഭാഗ്യത്തിന് അത് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ രോഹിയേട്ടൻ എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്ന് അമ്മ ഓർക്കണ്ടേന്ന് ചോദിച്ചു. ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് റിക്കവറായി വന്ന ആളല്ലേ, ഇതെങ്ങാനും കേട്ടായിരുന്നെങ്കിലോ എന്ന് ബബിത അലീനയോട് ചോദിക്കും. ഇത് കേട്ട അലീന അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അമ്മ രോഹിയേട്ടനെ ഒരു മുൻവിധിയോടുകൂടി കാണുകയാണെന്നല്ലേ ഓർക്കത്തുള്ളൂ എന്നും ചോദിച്ചേ. ശരിയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഒരു കാര്യമുണ്ട് ചേച്ചി, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെയാ. മറ്റൊരാളെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു മടിയുള്ള ആളല്ല. അമ്മ ആരെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാനും പറ്റില്ല, സഹിക്കേയില്ല. പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ കാത്ത് പരിപാലിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അമ്മയെന്ന്. ഇതുവരെ ഈ അമ്മ എവിടെയായിരുന്നു എന്ന് ബബിത ചോദിക്കുമ്പം നീ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു അലീന. ഞാൻ പറഞ്ഞു. ദേ മാഡം നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും അല്ലെന്നേ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഈ അടക്കി ഭരിക്കുക എന്നുള്ളവരുടെ ഒരു ആഗ്രഹം, ഭിന്നിച്ചു ഭരിക്കുക എന്നുള്ളത്. നിങ്ങൾ 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ മേഡത്തിന് തോന്നും മേഡം അവിടെ ഒറ്റയ്ക്കാണെന്ന്. മേഡത്തിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനും നിങ്ങളും 3 പേരും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് അത് പൊളിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു തീപ്പൊരി ഇടാൻ നോക്കിയില്ലേ നിങ്ങളുടെ മനസ്സിൽ? അതുപോലെ ഇനിയും ശ്രമങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പയ്യെ മേഡത്തെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആക്കുകയാണ് വേണ്ടതെന്ന് അലീന പറയുമ്പോൾ നടന്നത് തന്നെ. എന്നാലും എങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് സുഖമാണ് കിട്ടുന്ന? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അധികാരം പിടിച്ചടക്കാനുള്ള മേഡത്തിൻ്റെ ശ്രമമായിട്ട് നീ കണ്ടാൽ മതി എന്ന് പറയുമ്പം പിന്നെ അധികാരം സ്നേഹിച്ച് നടത്തിയെടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അമ്മയ്ക്ക് എപ്പോഴും ജയിക്കണം, അമ്മയുടെ ഇഷ്ടം തന്നെ നടക്കണം, അമ്മയ്ക്ക് മാത്രം സന്തോഷം വേണം. അച്ഛൻ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ചേച്ചിക്ക്? അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും ഇതുവരെ അമ്മ കൊടുത്തിട്ടുമില്ല. അന്ന് നിങ്ങൾ മേഡത്തിൻ്റെ സൈഡ് അല്ലായിരുന്നോ എന്ന് ചോദിച്ചു അന്നേരത്തേക്ക് നമ്മുടെ അലീന. ഇല്ലെങ്കിൽ അതെല്ലാം ഞങ്ങൾ കേൾക്കേണ്ടി വരും. എന്ത് നല്ലത് ചെയ്താലും കുറ്റം മാത്രമേ അമ്മ പറയത്തുള്ളൂ. പിന്നെ ഒരു എസ്കേപ്പിന് വേണ്ടി ഒരു സർവൈവൽ ട്രിക്ക് പോലെ അമ്മ പറയുന്നത് മാത്രം കേട്ട് തുടങ്ങിയെന്ന് ബബിത പറയുമ്പം ഇനി അങ്ങനെ
നിന്ന് കൊടുക്കരുത്. ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ അത് വിട്ടു കൊടുക്കരുത് എന്ന് പറയാം. ഇല്ലെങ്കിൽ ആരോടും ഒന്നിനോടും നമുക്ക് നീതി കാണിക്കാൻ പറ്റത്തില്ല എന്നും നീ നേരത്തെ പറഞ്ഞില്ലേ. മേഡത്തിൻ്റെ മുന്നിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മേഡത്തിനെ അനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ എപ്പോഴോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കാം എല്ലാവരോടുമുള്ള ഈ ഒരു യുദ്ധം. സ്നേഹവും ത്യാഗവും കൊണ്ട് നമ്മൾ പിടിച്ചു നിന്ന് മേഡത്തെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുത്തിയെടുക്കുകയാണ് വേണ്ടത്. മേഡത്തിനോട് വഴക്കിനൊന്നും പോവണ്ട. ഇങ്ങോട്ട് വരുന്നത് കെട്ടിയേൽക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പം എന്തോ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എൻ്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞു. എനിക്ക് ഒരുമാതിരി വയ്യാഴിക തോന്നുകയാണെന്ന് ബബിത. അപ്പം എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ? അയ്യേ, ഞാനില്ലേടി മോളെ നിൻ്റെ കൂടെ. എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞോ. നിനക്ക് എന്നെ കാണണമെങ്കിൽ ഒരു കോൾ വിളിച്ചാൽ പോരെ, ഞാൻ അങ്ങ് ഓടി വരത്തില്ലേന്ന് ചോദിച്ചു അലീന. പിന്നെ വീട്ടിലല്ല കേട്ടോ, കോളേജിലോ ടൗണിലോ എവിടെ വേണമെങ്കിലും ഞാൻ വരില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുക ഒന്നും മിണ്ടാതെ. ഹലോ മോളെ, ആ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ എന്താ വന്നിട്ടൊന്നും മിണ്ടാത്തേ? ഒന്നും മിണ്ടാനൊന്നും എനിക്ക് തോന്നണില്ലേ ചേച്ചിയെന്ന് ബബിത. അത്രയ്ക്ക് വിഷമമാണോ നിനക്ക്? എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ വരെ തോന്നുകയാണെന്നും ബബിത അന്നേരം അലീനയോട് പറഞ്ഞു. സാരമില്ലെന്നേ, നീ ഇപ്പം കിടക്കുവാണോ എന്ന് ചോദിച്ചു. അല്ല. ആ എന്നാൽ പോയി കിടന്നേ, ചെല്ല, ഇനി ഇരിക്കണ്ട, അപ്പം ഞാൻ പിന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു. കിടക്ക് പെണ്ണെ മര്യാദയ്ക്ക്. ആ അപ്പോഴത്തേക്കും ബബിത കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കാം. ഞാൻ കിടന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നിൻ്റെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ, നിന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് അലീന പറയാം. ഇനി ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വെക്കല്ലേ എന്ന് ബബിത. അപ്പം ഞാൻ വെക്കില്ലാന്നേ, നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന അനിയത്തിക്കുട്ടിയുടെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ബബിത കിടന്നുറങ്ങി. ഈ സമയത്ത് അലീന ഇങ്ങനെ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു മൈൻഡിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.